നമസ്കാരം. പ്രശസ്ത എഴുത്തുകാരൻ എം.പി. നാരായണപിള്ളയുടെ ജോർജ് ആറാമൻ്റെ കോടതി എന്ന ഒരു കഥയുണ്ട്. പൂച്ച വിശപ്പ് സഹിക്കവയ്യാതെ കുഞ്ഞുങ്ങളെ തിന്നുന്നു. പ്രകൃതി അതിൻ്റെ ഗർഭരക്ഷയ്ക്ക് നൽകിയ ഉലുവാക്കുഴമ്പ്. എട്ടുകാലി കുഞ്ഞുങ്ങൾ തള്ളയെ തിന്നുന്നു. മനുഷ്യൻ ബുദ്ധിയുള്ളവനായതുകൊണ്ട് കട്ടു തിന്നുന്നു. കട്ടു തിന്നുന്നവന്മാർ ദുഷ്ടന്മാർ. അമ്പലക്കള്ളന്മാർ അതിദുഷ്ടന്മാർ. പിതൃക്കൾ ഇവരുടെ പിണ്ടം കൊത്താൻ വിസമ്മതിക്കും. കാക്കാമ്പീച്ചിയാണ് ഒടുവിൽ ഉണക്കച്ചോറ് കൊത്തുന്നത്. കാക്കാമ്പീച്ചി അസുരന്മാരുടെ പിതൃക്കളാണ്. അമ്പലക്കള്ളന്മാരുടെ പിതൃക്കൾ കാക്കാമ്പീച്ചിയാണ്. ഇതേ കഥയിൽ തന്നെ ശബരിമലയിലെ പ്രസാദമെന്ന് പറഞ്ഞ് കൈവിഷം കൊടുത്തയച്ച കഥയും പറയുന്നുണ്ട്. അകത്ത് കിടക്കുന്ന ചെമ്പും കോപ്പറുമൊക്കെ ശബരിമലയിലെ പ്രസാദം കൈവിഷം പോലെ നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടാകണം പാർട്ടിയിലെ ദൈവതുല്യർക്ക്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ധർമ്മശാസ്താവിനെ തുരന്നു തിന്ന് വാതിലും കട്ടളയും വരെ തൂക്കി വിറ്റ ഒരുത്തനെ പാർട്ടി ഇപ്പോഴും ഏണത്തേറ്റി ലാളിക്കുന്നത്? ഈ പത്മകുമാർ ചെയ്ത കുറ്റം എന്താണെന്ന് ഗോവിന്ദനും പാർട്ടിക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പണ്ടങ്ങോ പത്മകുമാർ അപ്പാച്ചിമേട്ടിൽ ചെന്ന് ഉണ്ടയെറിഞ്ഞതിനാണോ, അത് ഉന്നം തെറ്റി മലയണ്ണാൻ്റെ തലയിൽ കൊണ്ട് ചത്തതിനാണോ, ശരംകുത്തിയിൽ ശരം കുത്തിയതിനാണോ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പത്മകുമാറിനെ SIT പിടിച്ച് അകത്തടച്ചത്? പത്മകുമാറിൻ്റെ ജാതിയാണോ പ്രശ്നം? ഗോവിന്ദന് യാതൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത പാവം ഗോവിന്ദ, വോട്ട് ചോദിച്ചു ചെല്ലുന്ന പാവം സഖാക്കൾക്ക് ആട്ടാണിപ്പോൾ കിട്ടുന്നത്. അതിനു പകരം മുളക് വെള്ളം മുഖത്ത് വീഴ്ത്താനുള്ള ദുരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഗോവിന്ദൻ്റെയും പാർട്ടിയുടെയും ഉള്ളംകാല് ചിതല് തിന്നുന്നത് നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ ജനം അറിയുന്നുണ്ട്. ഉച്ചിയിൽ ഉപ്പോളമെങ്കിലും ബുദ്ധിയുണ്ടോ ഗോവിന്ദ നിങ്ങൾക്ക്? പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകണമെങ്കിൽ കുറ്റപത്രം വരണമത്രേ. ആ കുറ്റപത്രത്തിൽ കലിയുഗവരതനായി വിജയൻ്റെ പേര് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ നീതി പുലർത്തിയില്ലെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ ഗുണസാരമടിക്കുന്നത്. ജനം വിശ്വസിച്ച് 2 വട്ടം ഭരണമേൽപ്പിച്ച നിങ്ങൾ നാടിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ഗോവിന്ദ? കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയും നടത്തി കോടതി 20 വർഷം തടവിന് ശിക്ഷിച്ച പയ്യന്നൂരിലെ 2 ബോംബ് തീവ്രവാദികൾ അകത്തേക്ക് പോകുന്ന കാഴ്ച ഒന്ന് കാണണമായിരുന്നു. അതിലൊരുത്തൻ മത്സര രംഗത്തുമുണ്ട്. ഈ ക്രിമിനലുകളെ ജയിലിലേക്ക് യാത്രയാക്കുന്ന സഖാക്കളുടെ വീര്യം ഒന്ന് കാണണമായിരുന്നു. നാളേക്കായി ഒരു ഗാഥ രചിക്കാൻ പോയി വാ സഖാക്കളെ എന്നാണ് പാട്ടിലൂടെ ആശീർവാദം. കനവും കൊടിയും അവരുടെ കയ്യിലുണ്ടത്രേ. പോലീസിനെ കൊല്ലാൻ ബോംബെറിഞ്ഞ നാറികളെ സപ്പോർട്ട് ചെയ്ത ഈ കമ്മികളാണ് പുതിയ തലമുറയോട് കനവിനെ പറ്റി പറയുന്നത്. പക്ഷേ വാസു സാറിനെ അകത്തേക്ക് കൊണ്ടുപോയത് കയ്യാമം വെച്ചായിരുന്നല്ലോ ഗോവിന്ദ. എന്തൊരു കഷ്ടമായിപ്പോയി. അതിനു പകരം വിപ്ലവ ഭക്തിഗാനങ്ങൾ വല്ലവും പാടി വേണ്ടേ അദ്ദേഹത്തെ അകത്തേക്ക് യാത്രയാക്കാൻ? കട്ടസഖാക്കൾക്കൊപ്പം കട്ടയ്ക്ക് ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യം പൊന്തണമായിരുന്നു. ബോംബെറിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന വീരന്മാർ എന്ന മട്ടിലാണ് പയ്യന്നൂരിലെ ബോംബ് സഖാക്കളെ യാത്രയാക്കൽ ചടങ്ങിൽ മുദ്രാവാക്യം വിളി. സദാനന്ദൻ എംപിയുടെ കാല് വെട്ടിയവന്മാരെ കോടതി പിടിച്ച് അകത്തിട്ടപ്പോൾ ആ ശൈലജ മാതാവ് ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് പോലീസ് വണ്ടിക്ക് പിന്നാലെ ഓടുകയായിരുന്നു. വാസുവിനും പത്മനും വേണ്ടി കരയാൻ ആരുമില്ലാതെ പോയല്ലോ സഖാക്കളെ. ജയിലിലെ ഭക്ഷണ മെനുവിൻ്റെ കഥ പറഞ്ഞൊരിക്കൽ അന്തം അരുൺകുമാർ ഹരം കൊള്ളുന്നത് കണ്ടു. സഖാക്കൾക്കുള്ള 5 സ്റ്റാർ ഭോജനശാലയാണല്ലോ ഇപ്പോൾ ജയിലുകൾ. അവിടുത്തെ വിരുന്നുമേശയിലാണ് ഇപ്പോൾ സഖാക്കളുടെ വിപ്ലവം. പിണറായി വിജയൻ്റെ ചെങ്കൊടിയുടെ വീര്യവും ഡംഭും കണ്ട് ഇളകിച്ചാടിയവന്മാർ എല്ലാം അകത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. 35 വയസ്സ് മാത്രം പ്രായമുള്ള 2 അവന്മാരെയാണ് 20 വർഷം കോടതി തടവി വിട്ടിരിക്കുന്നത്. ഇനി അപ്പീൽ കാര്യങ്ങളൊക്കെ പാർട്ടി നോക്കിക്കൊള്ളും. പ്രസ്ഥാനത്തിന് വേണ്ടി തടവറ പോകിയ സഖാക്കളുടെ കുടുംബച്ചെലവിനുള്ള ഫണ്ടും പാർട്ടി കണ്ടെത്തി കൊടുക്കും. അകത്ത് കിടക്കുന്ന ഓരോ സഖാവിൻ്റെയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലി ഉറപ്പാക്കിയിട്ടുണ്ട്. സഖാക്കളുടെ മുഷ്ടി ചുരുട്ടലും ധീര വിപ്ലവഗാനങ്ങളുമൊക്കെ ജയിലിൻ്റെ മുറ്റത്ത് വരെ എത്തൂ. അകത്ത് കിടക്കുന്നവൻ പിറ്റേന്ന് മുതൽ അനുഭവിക്കും. ഈ അകത്ത് പോയി കിടക്കുന്നവന്മാർ ആരെങ്കിലും കുറ്റം ചെയ്തതായി ഗോവിന്ദനെ കൊണ്ടോ ജയരാജന്മാരെ കൊണ്ടോ ഒന്ന് സമ്മതിപ്പിക്കാമോ? ഇങ്ങനെ സകല സഖാക്കളെയും ബലി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് വലിയ നേതാക്കളങ്ങ് സുഖിച്ച് ജീവിക്കുകയാണ്. പിണറായി വിജയൻ്റെ മകനെ പോലെ വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട് എന്ന ടൈം ടേബിൾ പ്രകാരം ജീവിക്കുകയായിരുന്നെങ്കിൽ കൊടി കിർമാണികൾ മുതൽ ഇന്നലെ ജയിലിൽ പോയ സഖാക്കൾ വരെ സുഖമായി കുടുംബത്തോടൊപ്പം കഴിഞ്ഞേനെ. ഭരണമേറ്റ കാലത്ത് പിണറായി വിജയൻ ഒരു ഉപദേശം എന്ന മട്ടിൽ പറഞ്ഞിരുന്നു, ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പ് ഇരുന്ന് അത്താഴം കഴിക്കുന്നതാണ് നമ്മുടെ രീതി. അഴിമതി നടത്തി അതാരും ഇല്ലാതാക്കരുത്. പാർട്ടിക്ക് വേണ്ടി ബോംബെറിയാനും കൊല്ലാനും പോയി അകത്ത് കിടക്കുന്നവന്മാരുടെ കുടുംബത്തെപ്പറ്റി ഒന്ന് പറയൂ സഖാവേ.
അവരാർക്കൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കും? ഈ കാണായ അഴിമതി മുഴുവൻ നടത്തിയിട്ടും അങ്ങ് സുഭിക്ഷമായി മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ക്ലിഫ് ഹൗസിലിരുന്ന് അത്താഴം ഉണ്ണുന്നുണ്ടല്ലോ. ഇതിനൊക്കെ യോഗം വേണം. കൂത്തുപറമ്പിലെ സഖാക്കളെ ഓർത്ത് പാർട്ടി കഴിഞ്ഞ ദിവസം പിന്നെയും പൊട്ടിക്കരഞ്ഞു. അവരും അവരുടെ ജീവിതം നോക്കി പോയിരുന്നെങ്കിൽ വല്ല കുഴപ്പവും സംഭവിക്കുമായിരുന്നു. അമ്പലക്കൊളയിൽ പത്മകുമാറിൻ്റെ മൊഴി എവിടെ വരെ പോകുമെന്ന് നോക്കിയേ പാർട്ടി നടപടിയെടുക്കൂ. വിശ്വസിച്ചവരാരും നീതി പുലർത്തിയില്ലത്രേ പാർട്ടിയോട്. കരുവന്നൂരെ ബാങ്ക് കൊള്ളക്കാരും കശുവണ്ടിക്കള്ളന്മാരുമൊക്കെ പാർട്ടിയോട് കഴിയുന്നത്ര നീതി പുലർത്തിയവരായിരുന്നു. കട്ടും മോട്ടിച്ചും കാലുവെട്ടിയും ബോംബെറിഞ്ഞും ധൂർത്തടിച്ചും വടിവാള് വീശിയും കള്ളവോട്ട് ചെയ്തും ഈ പാർട്ടി എത്ര കാലം ഈ ഭൂമുഖത്ത് ഉണ്ടാകും ഗോവിന്ദ? അയ്യപ്പൻ്റെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകില്ലെന്നാണ് പിന്നെയും ഗോവിന്ദൻ്റെ വചനങ്ങൾ. നമ്മുടെ കയ്യിൽ പാളിയായി ഇരിക്കുകയല്ലേ? എന്തായാലും പിണറായി വിജയൻ്റെ കെ പദ്ധതിയുമായി ശബരിമലയിൽ ചെന്ന കെ ജയകുമാർ ഭക്തർക്ക് ഒന്നാന്തരം ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ളതാണോ എന്തോ. പപ്പടവും പ്രഥമനും കൂട്ടി വരുന്നവർക്കെല്ലാം സദ്യ നൽകുമത്രേ. ഹവു, ഭരണസദ്യ അങ്ങോട്ട് വിളമ്പിയാട്ടെ. അയ്യപ്പനെ കണ്ട് തൊഴാൻ വരുന്നവർ നിങ്ങളുടെ പപ്പടം പൊട്ടിച്ച് മോക്ഷസദ്യ ഉണ്ണാൻ വരികയല്ലേ? വരുന്നവരെ സ്വസ്ഥമായി പടി കടത്തിവിട്ട് ദർശനം നൽകാനുള്ള അവസരമല്ലേ കൊടുക്കേണ്ടത്? ഇത് പുതിയ അടവാണ്. തിന്നാൻ വല്ലതും കൊത്തിക്കൊടുത്താൽ ജനം കട്ടതെല്ലാം മറക്കുമെന്നാണ് ഈ കവിയുടെയും വിചാരം. കൊള്ള സങ്കേതത്തിലാണ് താൻ ഇരിക്കുന്നത് എന്ന ചിന്ത ജയകുമാർ സാറിന് എപ്പോഴും വേണം. അയ്യപ്പൻ മാത്രമേ അവിടെ നിങ്ങൾക്ക് തുണയുള്ളൂ. കൂടെയുള്ള 7 ഉദ്യോഗസ്ഥരെ പറ്റി കഴിഞ്ഞ ദിവസവും വാർത്തയുണ്ടായിരുന്നു. സകലതും വാസുവിൻ്റെയും പപ്പൻ്റെയും കൂട്ടാളികളായ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാണ്. എന്തായാലും വിജയൻ്റെ തിരുനാമ സങ്കീർത്തനങ്ങളും എണ്ണിമെണ്ണി കഴിയൂ ഗോവിന്ദ. പാർട്ടി ചുവപ്പ് പുതച്ച് തെക്കോട്ടിറങ്ങാൻ സമയമായി.